ആയിരവും പതിനായിരവും ലക്ഷവുമായത് കോടികളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇൻഷാല്ലാഹ് പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൊഫഷണലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഈ നാടിനും ഈ കേരളത്തിനും ഒന്നാകെ ഈ പുണ്യഭൂമിയിൽ, ഈ മഹത്തായ ഇന്ത്യയിൽ, ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് മഹത്തായ ഒരു മാതൃകയായിരിക്കും. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും അർഹരായവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് സമൂഹത്തിന് മാതൃകയാകുന്ന സിസ്റ്റർ MT ഷിബു അബൂബക്കറിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് EP ജയരാജൻ പറഞ്ഞു. ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനസേവന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹൽ സ്ഥാപനം. ഷിബു അബൂബക്കർ ഒരു നല്ല വ്യവസായി. ആ വ്യവസായി സിസ്ട്രോൺ എന്ന് പറയുന്ന വിദേശ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായി ജനസേവന രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്തൊരു നാടിനെക്കുറിച്ചാണ്, തൊഴിൽ രഹിതരില്ലാത്തൊരു നാടിനെക്കുറിച്ചാണ്, ഇവിടെ ആരോഗ്യമുള്ളൊരു ജനതയെക്കുറിച്ചാണ്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ചിന്തിക്കുന്നൊരു നാടിനെക്കുറിച്ചാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. ഷിബു ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്താണോ സഹായം, എന്നാൽ കഴിയാവുന്ന, ഞങ്ങളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ സംരംഭകർക്കും ഉണ്ടാകും. ഷിബു ഉത്തരോത്തരം ഉയർന്നു വരട്ടെ, ഇനിയും കൂടുതൽ ഉയർന്നു വരുന്ന വ്യവസായിയാകട്ടെ. അങ്ങനെ അദ്ദേഹം വളർന്നു വരുമ്പോൾ ഈ സമൂഹവും വികസിക്കും. ഇന്നത്തെ ഈ സമൂഹത്തെക്കാൾ ഇന്നലെയും ഇന്നുമായിട്ട് വലിയൊരു ജനക്കൂട്ടം എവിടെയുണ്ട്. ഷിബു ശക്തരാകുമ്പോൾ ആ സമൂഹം ഇനിയും എത്രയോ വലുതാകും. അവരുടെ എല്ലാം ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുമാർ ഇനിയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, അതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഷിബു അബൂബക്കറിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അദ്ദേഹം സ്നേഹിക്കുന്ന ഈ നാട്, അദ്ദേഹം സ്നേഹിക്കുന്ന തൻ്റെ ഈ പ്രദേശവാസികൾ, തൻ്റെ വീടിനും പരിസരത്തുമുള്ള സുഹൃജനങ്ങൾ, അവരുടെ എല്ലാം ഒത്തൊരുമ ഇതുപോലെ രൂപപ്പെട്ടു വരട്ടെ. ഐക്യവും സാഹോദര്യവുമാകട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യവസായം എന്തെല്ലാം തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട്, അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു മഹത്തരമായ ട്രസ്റ്റാണ്. അതിൻ്റെ ഭാരവാഹികളെ ഞാൻ കൂടുതൽ പ്രശംസിക്കുന്നു. വരുമാനത്തിന്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് നൽകാൻ എപ്പോഴും ഷിബു അബൂബക്കർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്നും അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മംഗലാപുരം പഞ്ചായത്ത് പരിധിയിലുള്ള 1600 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. ക്രിസ്മസിനും പെരുന്നാളിനും ആയിരക്കണക്കിന് പേർക്ക് കിറ്റുകൾ നൽകിയിരുന്നു. സിസ്റ്റൻ ഗ്രൂപ്പ് CMD ഷിബു അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മകൻ ആദിൽ അബൂബക്കർ സ്വാഗതം പറഞ്ഞു. 100 രൂപയിൽ തുടങ്ങി 1000ഉം 10,000ഉം ലക്ഷവുമായത് കോടികളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇൻഷാല്ലാഹ് പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങൾ പറഞ്ഞു വരുന്നത് നാടിനൊക്കെ അഭിമാനമാകുന്ന രീതിയിൽ, നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുയായികൾ ചോദിച്ചു, യാ റസൂലെ, ഒരു മനുഷ്യനെ എങ്ങനെയാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാകുന്നത് അവൻ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള അയൽപക്കക്കാർ അവനെ നല്ലതെന്ന് പറയണം. 2, അവൻ ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹത്തിലുള്ളവർ, അവൻ്റെ നാട്ടിലുള്ളവർ അവൻ നല്ല മനുഷ്യൻ എന്ന് പറയണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ അയൽവക്കക്കാരും എൻ്റെ ചുറ്റുമുള്ളവരാണ് ഈ കൂടിയിരിക്കുന്നവർ, അവർക്കും അസിയാലുക്കൾ ഒഴികെ എല്ലാവർക്കും എന്നെ പറ്റി നല്ലതെന്നേ പറയാനുള്ളൂ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. നാളെ വരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങളുടെ നേട്ടവും അതൊന്നു മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. MPമാരായ അടൂർ പ്രകാശ്, റഹീം, MLA വി ജോയ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.